ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജി കൗൺസിലിംഗ് ഗൈഡ്ലൈൻസിൻ്റെ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാറ് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഒന്ന് ബ്ലണ്ടർ അടിച്ചു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡഡ് ആട്ടോ. ഞാൻ ഇടത് കൈ കൊണ്ട് എല്ലാം ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ലേ, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര കലാപരമായിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്ന്. പക്ഷേ പണ്ടുള്ള ആൾക്കൊരു തോന്നലുണ്ട് ഇതെന്ന് പറയുന്നത് വടക്ക കൈയാണ്, ഇത് യൂസ് ചെയ്തൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് റീസൺ എൻ്റെ അമ്മ എന്നെ തല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, പൊതുവേ കാണുന്ന ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ അമ്മ തല്ലി ഇടത് കൈയൊക്കെ വലത് കൈയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് ബ്രെയിനെയും റൈറ്റ് ബ്രെയിനെ പറ്റിയൊക്കെ പറയാം കേട്ടോ. നമ്മൾ റൈറ്റ് ബ്രെയിൻ എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും യൂസ് ചെയ്യുന്നതിൻ്റെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പം അതിൽ പ്രത്യേകിച്ച് സാറ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ലെഫ്റ്റ് ഹാൻഡുള്ള ആൾക്കാർ ഭയങ്കര കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, അങ്ങനെയുള്ള അവർ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ആയിരുന്നു എന്നും അമ്മ തച്ചത് മാറ്റി എന്നുള്ളതും. അപ്പോൾ സാറ് പറഞ്ഞു യു ബ്ലെസ്ഡ് എന്ന്. അപ്പോഴാണ് പിന്നെയാണ് സാറ് അതിനെപ്പറ്റി പറഞ്ഞത് കേട്ടോ. നമ്മൾ നമ്മൾ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവുക. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര യങ് ആൻഡ് ഒക്കെ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോൾ അമ്മ അത് ചെയ്തതുകൊണ്ട് ഇയാൾ എഴുതലും കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ടും ബാക്കി ഇയാൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് ഉള്ള രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക എന്നുള്ളത്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളുടെ മെമ്മറി പവറൊക്കെ കൂട്ടാൻ വേണ്ടി അവരെ രണ്ട് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ, കളർ ചെയ്യിക്കാൻ, അത് ഒരുപാട് എക്സസൈസ് ഒക്കെ കാണുന്നില്ലേ. നമ്മൾ രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക. അതേപോലെ നമ്മൾ യങ് ആയിരിക്കുക. കുറച്ച് പ്രായമായ അപ്പച്ചന്മാരൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അവർ എഴുതുമോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഓരോ ബ്രെയിനിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര പെട്ടെന്ന് പ്രായമായിട്ടൊക്കെ പോണത്. അപ്പോൾ നമ്മൾ യങ് ആയിരിക്കാനും നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കാനും നമ്മൾ രണ്ട് ബ്രെയിനെയും ഒരുപോലെ ഷാർപ്പായിട്ട് കൊണ്ടുപോകാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ഷാർപ്പാക്കും. അതുകൊണ്ട് അത് കേട്ടപ്പം എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ അമ്മ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ എന്തിനു മാറ്റിയെന്ന് പറഞ്ഞിട്ട്. കാരണം കലാപരമായിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഓടിച്ചല്ലോ എന്ന്. ശരിയാട്ടോ. കാരണം നമ്മൾ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പം നമ്മൾ വേറൊരു പവറിലേക്കാണ് പോകുന്നത്. പക്ഷേ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രെയിൻ കുറച്ചും കൂടെ ഒന്ന് ഷാർപ്പാവും.